കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് മെൻസുറേഷൻ്റെ ടോപ്പിക്കുകളാണ് പഠിച്ചത്. നമുക്കൊന്ന് തറവാക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എന്താണ് സാധാരണഗതിയിൽ മെൻസുറേഷൻ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്, എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിളാണ്. നമ്മളൊന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളാണ്. ഇക്വേഷൻ അറിഞ്ഞിരിക്കുകയെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഇഫ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് എ റെക്ടാംഗിൾ whose width is double the one side of square, then the ratio of length to breadth of rectangle will be. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതൊന്നും പഠിച്ചില്ലെങ്കിൽ പോലും ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. എങ്കിലും ഇതെങ്ങനെ ചെയ്യുന്നത്? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു സ്ക്വയറിന്റെ കാര്യം പറയുന്നു, അതിനുശേഷം ആ ഒരു റെക്റ്റാങ്കിളിന്റെ കാര്യം കൂടി പറയുന്നു. ഒരു സ്ക്വയറിന്റെ കാര്യം പറയുന്നുണ്ട്, പിന്നെ റെക്റ്റാങ്കിളിന്റെ കാര്യം പറയുന്നുണ്ട്. നീ എന്താ പറയുന്നത് നോക്കാം. ദി ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കുറച്ച് പതുക്കെ പറയുന്നേ ഉള്ളൂ. ഏരിയ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ഏരിയ എന്ന് വെച്ചാൽ എന്തായിരുന്നു? അതിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ അതിന്റെ രണ്ട് സൈഡ് എന്ത് തന്നെ, ബാക്കി എല്ലാ സൈഡും 4 സൈഡ് എന്ത് തന്നെയായിരിക്കും? ആ സെയിം എ തന്നെയായിരിക്കും. എങ്കിൽ ഏരിയ ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എ സ്ക്വയർ ആയിരിക്കും. അത് നമുക്കറിയാം. എങ്കിൽ അതേ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാലോ, അതിൻ്റെ ലെങ്ത് ഒരു എൽ ആയിട്ടും അതിൻ്റെ ബ്രെഡ്ത്ത് ഒരു ബി ആയിട്ടും വിചാരിച്ചാൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒരു എൽ ഇൻറ്റു ബി ആയിരിക്കും. നമുക്കറിയാം ഇതൊക്കെ. ഇനി ഇവിടെ എന്താ പറയുന്നത്? ഇതിൻ്റെ ഏരിയ സെയിം ആണെന്നല്ലേ. അതായത് ഇവിടെ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ എന്താ? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി എന്നല്ലേ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ. നമുക്കതൊക്കെ അറിയാമെങ്കിലും പറയുന്നേ ഉള്ളൂ. ഇനി അടുത്ത് എന്താ പറയുന്നത്? whose width is double the one side of square. അതായത് ഈ ഒരു റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അതിന്റെ സ്ക്വയറിന്റെ 2 ടൈംസ് ആണ്. അതായത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സ്ക്വയറിന്റെ വൺ സൈഡിന്റെ 2 ടൈംസ് ആയിരിക്കും. വൺ സൈഡിന്റെ 2 ടൈംസ്. അതായത് ബ്രെഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ഇൻറ്റു 1 സൈഡ് ഓഫ് സ്ക്വയർ ആയിരിക്കും. എങ്കിൽ നമുക്ക് അതും കൂടി എഴുതാമല്ലോ. ഈ ബി എന്ന് പറഞ്ഞാൽ, ബ്രെഡ്ത്ത് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2a ആയിരിക്കും. നമുക്ക് ഇത്രയും കാര്യം തന്നിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? വൺ സൈഡ് സ്ക്വയർ, ദെൻ ദ റേഷ്യോ ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ. നമുക്കിവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ എല്ലിൻ്റെയും ബിയുടെയും വാല്യൂ അല്ല, അവരുടെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. റേഷ്യോ ഓഫ് ലെങ്ത് ടു ബ്രെഡ്ത്ത്. ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ടു ബ്രെഡ്ത്ത്, അതിന്റെ റേഷ്യോ ലെങ്തിന്റെ എത്ര മടങ്ങാണ് ബ്രെഡ്ത്ത് എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ എന്താണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ലെങ്ത് ടു ബ്രെഡ്ത്ത് അല്ലേ വേണ്ടത്? അപ്പോൾ ഇതിനകത്ത് ഈ 2-3 ഇക്വേഷനിൽ നിന്നും നമുക്ക് എങ്ങനെ അതിലേക്ക് എത്തിക്കാം? ഇവിടെ നോക്കി, എ സ്ക്വയർ ഇസ് എൽ ബി എന്നില്ലേ. അപ്പോൾ ഈ ബിനെ 7 ടൈമിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ ഈസ് ഈക്വൽ ടു ബി ബൈ 2 എന്ന് എഴുതിക്കൂടെ? ഈ ഒരു ഇക്വേഷൻ എ ഈസ് ഈക്വൽ ബി ബൈ 2 എന്ന് എഴുതിക്കൂടെ? എങ്കിൽ ഈ ഒരു എ സ്ക്വയർ ഇസ് എൽ ബി എന്നുള്ള ഇക്വേഷൻ ഞാൻ വീണ്ടും ഇത് മാറ്റി എഴുതുകയാണ്. അതായത് ഈ എക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? ബി ബൈ 2 എന്ന് എഴുതിക്കൂടെ? ബി ബൈ 2 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി. നമുക്ക് ഒറ്റ ഇക്വേഷൻ എല്ലിലും ബിയിലും കിട്ടിയില്ലേ? ഉറപ്പായിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ കിട്ടും. കാരണം 2 നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവരുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഇക്വേഷൻ എങ്ങനെ മാറും? ബി സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി എന്ന് കിട്ടും. ബി സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ എൽ ഇൻറ്റു ബി. ഇപ്പോൾ ഇവിടെ ബി സ്ക്വയർ, ഇവിടെ ഒരു ബി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഇവിടെ ഒരു ബി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് ഒരു ബിയും ഈ സ്ക്വയർ മെറ്റ് കൂടെ, കാരണം ബി ഇൻറ്റു ബി ബൈ 4 ഇസിക്കലി എൽ ഇൻറ്റു ബി എന്നല്ലേ. അപ്പോൾ ഒരു ബിയും റൈറ്റ് സൈഡിലെ ബിയും കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടി? ബി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ബി ബൈ എൽ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഞാൻ ഒരു സ്റ്റെപ്പ് എളുപ്പമാക്കിയ സ്ഥലമില്ലാത്തതുകൊണ്ട് അതായത് ഈ ലെങ്തിനെ ഞാനിവിടെ ഡിവൈഡ് ചെയ്തു, ഈ 4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അതിനെ ഞാൻ ബി ബൈ എൽ എന്നൊക്കെ എഴുതാൻ കാര്യം ഇതാണ്. എന്ത് റേഷ്യോ നമുക്ക് വേണ്ടുന്നത്? നമുക്ക് എന്താണ്? ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ അല്ലേ വേണ്ടത്? ഇവിടെ ലെങ്ത് ടു ബ്രെഡ്ത്ത് അല്ല, ബ്രെഡ്ത്ത് ടു ലെങ്ത് ആയി പോയെങ്കിലും നമുക്ക് എന്താ വേണ്ടുന്നത്? ഈ എൽ ബൈ ബി അല്ലെങ്കിൽ ബി ബൈ എൽ അല്ലേ. എ ഈസ് ടു ബി ഈസ് നത്തിങ് ബട്ട് എന്താണ്? എ ബൈ ബി. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ? നമുക്ക് ഏതെങ്കിലും 2 നമ്പറിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? അവരുടെ ഡിവിഷൻ കണ്ടുപിടിച്ചാൽ മതി. ബ്രെഡ്ത്ത് ബൈ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ആൻസർ എത്ര കിട്ടി? 4/1. 4 മീൻസ് 4/1 എന്നല്ലേ. നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടി? അവരുടെ റേഷ്യോ കിട്ടി. ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത് നമുക്ക് എത്ര കിട്ടി? 4:1 കിട്ടി. അതായത് ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത് ഇസ് ഈക്വൽ ടു 4:1 കിട്ടി. പക്ഷെ നമ്മുടെ ഓപ്ഷൻ നോക്ക്, നമുക്ക് വേണ്ടത് ലെങ്ത് ടു ബ്രെഡ്ത്ത് ആണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ലെങ്ത് ടു ബ്രെഡ്ത്ത് ആണ്. എന്നുവെച്ചാൽ ആദ്യം ആരുടെ വാല്യൂ വേണം? ലെങ്ത് വേണം. നമുക്ക് എക്സാം തെറ്റിപ്പോരുത്. ഇവിടെ ഒരു ഓപ്ഷൻ ഒരു 4:1 ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ 4:1 എടുത്ത് എഴുതരുത്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ലെങ്ത് ടു ബ്രെഡ്ത്ത് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ എന്ത് തന്നെ വേണം? ലെങ്ത് ടു ബ്രെഡ്ത്ത് തന്നെ വേണം. ആദ്യം ലെങ്തിന്റെ വാല്യൂ ആയിരിക്കണം, പിന്നെ ബ്രെഡ്ത്തിന്റെ വാല്യൂ ആയിരിക്കണം. ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 1:4 എന്ന് കിട്ടി. ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ.
നമ്മൾ വെറും തെറ്റിദ്ധരിക്കരുത്, അയ്യോ ബ്രെഡ്ത്തിനേക്കാൾ വലിയ വാല്യൂലെ ലെങ്ത് ആവേണ്ടത്, അതുകൊണ്ട് 4:1 ആണ് ശരി എന്ന് വിചാരിക്കരുത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തരുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കും ആൻസർ വരുന്നത്. സാധാരണ നമ്മൾ ലെങ്ത് വലിയ വാല്യൂ നമ്മൾ ലെങ്ത് എന്ന് വിളിക്കുന്നത്, പക്ഷേ ഇവിടെ തിരിച്ച് തന്നതുകൊണ്ട് ബ്രെഡ്ത്താണ് ലെങ്തിനേക്കാൾ വലുത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ എഴുതി ചെയ്യുമ്പോൾ അവസാനം തെറ്റിപ്പോരുത്. ഇതിന് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി 1:4 ആയിരിക്കും. എക്സാമിന് ഇതേ കാണാൻ ഒരു ക്വസ്റ്റ്യൻ തരും, അതിന് 5 ഓപ്ഷൻസ് ഉണ്ടാവും, അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. ഇവിടെ നമ്മുടെ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1:4 ആണ് ആൻസർ. അതെങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ നോക്കുന്നു, 2 റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു, അവരുടെ ഏരിയ സെയിം ആണ്. അതുപോലെ തന്നെ ഈ റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിന്റെ 1 സൈഡിന്റെ 2 ടൈംസ് ആണ്. അപ്പം ബ്രെഡ്ത്തിന് വരെ നമുക്ക് എന്ത് എഴുതാം? 2a എന്ന് എഴുതാം. ബ്രെഡ്ത്തിന് വരെ 2a എന്ന് എഴുതുന്നെങ്കിൽ a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? b/2 ആയിരിക്കും. അപ്പോൾ ഈ b/2 എടുത്ത് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ a സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ പറയും? b²/4 ആവും. അപ്പം b²/4 LB എന്ന് എഴുതി കൂടെ ഈ ഒരു ഇക്വേഷൻ വെച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിയും ഇവിടെ b × b അല്ലേ b², ഒരു ബിയും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ b/4 L എന്ന് കിട്ടും. b/4 L ആണെങ്കിൽ ഈ എല്ലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഈ 4നെ അപ്പുറത്തേക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? b/L = 4/1 എന്ന് കിട്ടും. നമുക്ക് റേഷ്യോ ആയി. ബ്രെഡ്ത്ത് ഈസ്റ്റ് ലെങ്ത് റേഷ്യോ 3 കിട്ടി, 4:1. ക്വസ്റ്റിന് ലെങ്തിന്റെ ബ്രെഡ്ത്ത് ആയതുകൊണ്ട് തിരിച്ചെഴുതുന്നു. ലെഫ്റ്റ് സൈഡ് തിരിച്ചെഴുതുമ്പോൾ റൈറ്റ് സൈഡും തിരിച്ചെഴുതണം. ഇക്വേഷൻ ശ്രദ്ധിക്കുക, ഇവിടെ b/L ആയിരുന്നു 4:1 എങ്കിൽ L/B എന്തായിരിക്കും? 1:4 ആയിരിക്കും. നേരെ തിരിച്ചെഴുതിയാൽ മതി, ആൻസർ ആവും. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അതിന് ആൻസർ റെഡി 1:4 കിട്ടും. ഇനി ഇതാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം എന്താണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം? എന്തായിരുന്നു? ദി ഏരിയ ഓഫ് എ ഗാർഡൻ ഫോംഡ് ബൈ 2 കോൺസെൻട്രിക് സർക്കിൾ വിത്ത് സർക്കംഫറൻസ് 44 മീറ്റർ ആൻഡ് 176 മീറ്റർ റെസ്പെക്റ്റീവ്ലി ഈസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഗാർഡന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ശ്രദ്ധിക്കുക, ഈ ഗാർഡൻ എങ്ങനെയാണ്? ഈ കളേർഡ് പോർഷൻ ആണ് എന്ത്? ഈ ഗാർഡൻ. അതായത് ഒരു മൈതാനം ഉണ്ടായിരുന്നു, ആ മൈതാനത്തിന് ചുറ്റുമായിരുന്നു ആ ഗാർഡൻ. ആ മൈതാനം ഒരു സർക്കുലർ ഷേപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് പുറത്തുള്ള ഗാർഡനും അതിന്റെ കറക്റ്റ് സെയിം വിഡ്ത്തിൽ പോകുന്നുണ്ട്. ഒരു സർക്കുലർ ഷേപ്പിൽ ഉള്ള ഇന്നർ ഔട്ടർ സർക്കിൾ വെച്ചുണ്ടാക്കുന്ന ഒരു ഗാർഡനാണ് ഉള്ളത്. നമുക്ക് ആ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഈ കളേർഡ് പോർഷൻ ഇതിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ കളേർഡ് പോർഷന്റെ ഏരിയ അതെങ്ങനെ നമ്മൾ കളേർഡ് പോർഷന്റെ ഏരിയ കിട്ടും? കളേർഡ് പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് 2 റേഡിയസ് തന്നിട്ടില്ല, ഒരു R1 ഒരു R2. അതായത് ഈ ക്യാപിറ്റൽ R1 കൊണ്ട് നമ്മുടെ ഏരിയ കണ്ടുപിടിച്ചാൽ ഈ വലിയ സർക്കിളിന്റെ ഏരിയ കിട്ടില്ലേ? വലിയ സർക്കിളിന്റെ ഏരിയ കിട്ടി. അതിനകത്ത് നിന്ന് ഈ R2 റേഡിയസ് വെച്ചിട്ട് ഒരു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഈ ചെറിയ സർക്കിളിന്റെ ഏരിയ കിട്ടില്ലേ? ഈ വലിയ സർക്കിളിൽ നിന്നും ഈ ചെറിയ സർക്കിളിന്റെ ഏരിയ കുറച്ചാൽ നമുക്ക് ബാക്കി എന്ത് കിട്ടും? ഈ കളേർഡ് സർക്കിൾ അല്ലെങ്കിൽ കളേർഡ് പോർഷന്റെ ഏരിയ കിട്ടില്ലേ? അത്രയും കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ നമുക്കിവിടെ റേഡിയസ് 1 റേഡിയസ് 2 അല്ല തന്നേക്കുന്നത്. അതിന് പകരം നമുക്ക് എന്താ തന്നേക്കുന്നത്? അവരുടെ ഈ രണ്ട് സർക്കിളിന്റെയും സർക്കംഫറൻസ് തന്നേക്കുന്നത്. 2 സർക്കിളിന്റെ ചുറ്റളവുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. അത് വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം റേഡിയസ് കണ്ടുപിടിക്കണം. ആ റേഡിയസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കളേർഡ് പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കണം. സിമ്പിളാണ്, നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷനൊക്കെ അറിയാമെങ്കിൽ അത്ര എളുപ്പമാണ്. കുറേ ചെയ്ത് പഠിക്കുക, എന്നാൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം R1 വെച്ചിട്ട് ഈ ഫസ്റ്റ് ഇക്വേഷൻ നോക്കാം. അത് റേഡിയസ് 1 വലിയ റേഡിയസ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഇതിനെ എടുക്കാം. എന്നുവെച്ചാൽ വലിയ റേഡിയസിന് വലിയ വാല്യൂ. അപ്പോൾ R1 വെച്ചിട്ട് സർക്കംഫറൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സർക്കംഫറൻസ് ഓഫ് ഫസ്റ്റ് സർക്കിൾ അതായത് എന്ത് കിട്ടും? 2πr1 എന്ന് കിട്ടും. ഇതല്ലേ ഫസ്റ്റ് സർക്കിളിലെ ഇക്വേഷൻ. അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 176 തന്നിട്ടുണ്ട് അല്ലേ? എങ്കിൽ അതിനകത്ത് നോക്കാം. ഇതിനകത്ത് R1 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം R1 2 × പൈൻ്റെ വാല്യൂ എത്രയാ? 22/7. നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റിനൊക്കെ 3.14 ഇടുന്നതിന് പകരം 22/7 ഇട്ടാൽ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ എവിടെയെങ്കിലും വെട്ടിപ്പോകുന്ന നമ്പറുകളായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ ആൻസർ കിട്ടും. അപ്പോൾ R1 ആൻസർ കിട്ടും 176 കിട്ടും. എങ്കിൽ R1 എങ്ങനെ എഴുതാം? 176 × 7 ഡിവൈഡ് ബൈ 22 × 2. ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ വരുന്നത്? നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. നോക്കി, 22 എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ? നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ വെച്ച് ഡിവൈഡ് ചെയ്യാൻ വേഗത്തിൽ ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം? 11 × 2 എന്ന് എഴുതാം. മുകളിൽ നോക്കാം. 17 വെച്ചാൽ 11 × 1. ബാലൻസ് എത്രയുണ്ട്? 17 ന്ന് 11 പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്രയുണ്ട്? 6 ഉണ്ട്. 66 എന്ന് പറഞ്ഞാൽ 11 എത്ര ടൈംസാ? 6 ടൈംസാ. ഈസി ആയിട്ട് വെട്ടിക്കൂടെ? ഒന്നും കൂടി പറയാം. 22 വെച്ചാൽ 11 × 2 ആണ്. എന്നുവെച്ചാൽ 22 കൊണ്ട് വെട്ടാം. പക്ഷേ 22 കൊണ്ട് വെട്ടിയത് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ 11 കൊണ്ട് വെട്ടുന്നത്. 11 ആകുമ്പോൾ 22 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആണ്. ഇനി 17-നകത്ത് 11 എത്ര ടൈംസ് പോകും? 1 ടൈം പോകും. ബാലൻസ് എത്രയുണ്ട്? 6 ഉണ്ട്. ആ 6ഉം നെക്സ്റ്റ് 6ഉം 66 വന്നാൽ 11 × 6 അല്ലേ 66. അപ്പോൾ 16 ടൈംസ് ഓഫ് 11 ആണെന്ത്? 176 എന്ന് മനസ്സിലായി. ഇനി ഇവിടെ 16 ഉണ്ട്, ഇവിടെ 2 × 2 4 ഉണ്ട്. 16/4 എത്ര കിട്ടും? 4 എന്ന് ആൻസർ കിട്ടും അല്ലേ? നമ്മുടെ ആൻസർ എത്ര കിട്ടും? 4 × 7 എത്ര കിട്ടും? 28 എന്ന് കിട്ടും
അപ്പോൾ നമുക്ക് ഫസ്റ്റ് റേഡിയസ്, ആദ്യത്തെ വലിയ ഔട്ടർ റേഡിയസ് നമുക്ക് എത്ര കിട്ടി? 28 എന്ന് കിട്ടി. ഇനി ചെറിയ റേഡിയസ്, ആ ചെറിയ റേഡിയസ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. സ്ഥലമില്ലാത്തത് ഇത് വായിക്കുകയാണ്. ചെറിയ റേഡിയസ് എത്രയായിരിക്കും നോക്കാം. അതിൻ്റെ എത്രയായിരുന്നു സർക്കംഫറൻസ്? അല്ല 2πr. സർക്കംഫറൻസ് എത്രയായിരുന്നു? 2πr2 ഇസ് ഈക്വൾ ടു എത്രയായിരുന്നു ക്വസ്റ്റ്യൻ തന്നെ? 44. സെയിം ഇതേ മെത്തേഡ് എത്ര കിട്ടും നോക്കാം. R2 ഇസ് ഈക്വൾ ടു 44 ഇൻറ്റു ഈ 2π ഒക്കെ ഡിവൈഡ് 2 ഇൻറ്റു 22/7 അങ്ങ് മേലെ പോകും. സോൾവ് ചെയ്താൽ പോലെ 22 44 2 ടൈംസ് കിട്ടും. ഈ പറയുന്ന ഈ 2 ക്യാൻസൽ ആവും. ആൻസർ എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അപ്പോൾ ഒരിടത്ത് എത്ര കിട്ടി? 28 കിട്ടി. ഒരിടത്ത് എത്ര കിട്ടി? 7 കിട്ടി. നമുക്ക് 2 റേഡിയസ് ആയി. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചേ. നമുക്ക് വേണ്ടത് ഈ റിക്വയർഡ് ഏരിയ ആണ്. റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ റിക്വയർഡ് ഏരിയ കണ്ടുപിടിക്കുന്നതാണ്. റിക്വയർഡ് ഏരിയ ഈക്വൽ ടു നമ്മുടെ ഔട്ടർ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്നും ഇന്നർ സർക്കിളിൻ്റെ ഏരിയ കുറച്ചാൽ മതി. അതായത് എന്താണ്? പൈ ഇൻറ്റു R1 സ്ക്വയർ മൈനസ് പൈ R2 സ്ക്വയർ ചെയ്താൽ മതി. വലിയ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്നും ചെറിയ സർക്കിളിൻ്റെ ഏരിയ കുറച്ചാൽ മതി. എന്ന് വെച്ചാൽ പൈ ഇൻറ്റു R1 മൈനസ് R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ ചെയ്താൽ പോരെ. പൈ എന്ന് വെച്ചാൽ എത്രയായിരുന്നു? 22/7 ഇൻറ്റു R1 എത്രയായിരുന്നു? R1 28 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ എത്രയായിരുന്നു? 7 സ്ക്വയർ ചെയ്താൽ മതി. ആൻസർ ആയില്ലേ? സ്ഥലമില്ലാത്തതിന് ഏതെങ്കിലും വായിക്കുകയാണ്. എത്ര കിട്ടും നോക്കാം. 22/7 ഇൻറ്റു 28 സ്ക്വയർ എത്ര കിട്ടും? 784. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 28 സ്ക്വയർ എത്ര കിട്ടും? 784 കിട്ടും. ഇൻറ്റു അല്ല മൈനസ് 49 7 സ്ക്വയർ. സോൾവ് ചെയ്ത ആൻസറായി. നമുക്കിനി ഒരു 784 മൈനസ് 49 ചെയ്യണം. എങ്ങനെ ചെയ്യുന്നത്? 9 കൂടെ എത്ര ആഡ് ചെയ്താൽ 4 കിട്ടും? 9 കൂടെ എത്ര ആഡ് ചെയ്താൽ 4 കിട്ടും? 9 + 5 14. റിമൈൻഡർ 1 കൂടെ ആഡ് ചെയ്തു 5 ആയി. 5 + 3 8. ബാലൻസ് ഒന്നുമില്ല. അപ്പോൾ 7 സബ്ട്രാക്ട് ചെയ്ത് 7 എടുത്ത് എഴുതി. ഇങ്ങനെ തന്നെ സബ്ട്രാക്ട് ചെയ്ത് ശീലിക്കണം. എന്തായിരുന്നു? എവിടെയെങ്കിലും ഒരു വലിയ നമ്പർ, എന്ത് നമ്പർ ആയിക്കോട്ടെ, സബ്ട്രാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ സബ്ട്രാക്ട് ചെയ്യപ്പെടുന്ന നമ്പറിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ ഈ വലിയ നമ്പർ കിട്ടുമെന്ന് നോക്കുക. എങ്കിൽ ആ ആൻസർ ആയിരിക്കും നമ്മുടെ എന്ത് ആൻസർ. എന്നിട്ട് എൻ്റെ റിമൈൻഡർ വരുന്നത് അല്ലെങ്കിൽ ഈ സബ്ട്രാക്ട് ചെയ്യപ്പെടുന്ന നമ്പറിൽ ആഡ് ചെയ്താൽ മതി. ഇതൊക്കെ ഞാൻ പണ്ട് സിംപ്ലിഫിക്കേഷൻ പഠിപ്പിച്ചപ്പം പറഞ്ഞു തന്ന കാര്യമാണ്. ഒന്നും കൂടി പറയാം. 784 മൈനസ് 49 ആയിരുന്നു എങ്കിൽ 9 കൂടെ എന്ത് ആഡ് ചെയ്താൽ 4 കിട്ടും, അല്ലെങ്കിൽ 14 കിട്ടും. 9 + 5 അല്ലേ 14. 5 എഴുതി. 14ന്റെ 1 റിമൈൻഡർ. നെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നു. 4 + 1 5 ആയി. 5ന്റെ കൂടി എന്ത് ആഡ് ചെയ്താൽ 8 കിട്ടും. 5 + 3 8 ആയി. ഇവിടെ ഒന്നും ആഡ് ചെയ്യാനില്ല. അതുകൊണ്ട് ഈ നമ്പർ തന്നെ എടുത്ത് എഴുതി. 735 എന്ന് കിട്ടി. ഇൻറ്റു 22/7 ഇതല്ലേ ചെയ്യാനുള്ളത്. 7 കൊണ്ട് ഈ നമ്പറിനെ വെട്ടാൻ പറ്റുമോ? പറ്റും. 7നും 35നും പറ്റും. എങ്കിൽ 7 കൊണ്ട് വെട്ടുന്നു. 1 7 7. അടുത്ത 3ക്കകത്ത് പറ്റത്തില്ല. 0 എഴുതി. 35/7 5 ടൈംസ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 105/22 ആണ് ആൻസർ. അതായത് 105 ഇൻറ്റു 22 ചെയ്താൽ ആൻസർ കിട്ടും. എങ്ങനെയാണ് ഒരു നമ്പറിനെ 22 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നമ്പറിനെ 105 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത്? 2 രീതി ചെയ്താൽ ആൻസർ കിട്ടും. നമുക്ക് 22 അല്ലേ എളുപ്പം. അതായത് 105 ഇവിടോട്ട് എഴുതാം. മാറ്റട്ടെ. അതായത് 105 ഇൻറ്റു 22 മീൻസ് 20 + 2 അല്ലേ. ഏത് നമ്പറിനെ 22 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ ആദ്യം 20 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 105 ഇൻറ്റു 20 എന്ന് വെച്ചാൽ എന്താ? 105 ഇൻറ്റു 2 ചെയ്യുക, ഒരു 0 ഇട്ട് കൊടുക്കുക. 105 ഇൻറ്റു 2 എത്രയാണ്? 105 ഇൻറ്റു 2 105ൻ്റെ ഇരട്ടി 210 കിട്ടില്ലേ? 105ൻ്റെ ഡബിൾ. ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. എന്തായിരുന്നു? ഇവിടെ ഇൻറ്റു 10 ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് മനസ്സിലായി. 105 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 105 ഇൻറ്റു 2 ഇൻറ്റു 10 അല്ലേ 20. അപ്പോൾ 105 ഇൻറ്റു 2 210 കിട്ടി. ഇൻറ്റു 20ൻ്റെ 0 എന്ത് ചെയ്തു? ഒരു 0 ആഡ് ചെയ്തു. പ്ലസ് ഇനി 105 ഇൻറ്റു 2 അത്ര കിട്ടും. 210 തന്നെ കിട്ടും. മനസ്സിലായി? വേഗം ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ മനസ്സിൽ ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് 2100 + 210 എന്നൊക്കെ എഴുതുന്നത്. ഇനി ഇത് ആഡ് ചെയ്താൽ പോരെ? 210 ആഡ് ചെയ്താൽ പോരെ? 0 1 3 2 2 3 1 0 എന്ന് കിട്ടുന്ന ആൻസർ. അതായത് ഈ കളേർഡ് പോർഷൻ, ഈ ഒരു നമുക്ക് കണ്ടുപിടിക്കേണ്ട ഗാർഡൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എത്ര കിട്ടും? 2310 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 2310 മീറ്റർ സ്ക്വയർ എത്ര കിട്ടും? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ഇതെങ്ങനെ ചെയ്യുന്നത്? നമ്മൾ രണ്ടിൻ്റെ ഇൻഡിപെൻഡൻ്റ് റേഡിയസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവരുടെ റേഡിയസ്, വലിയ റേഡിയസിൽ നിന്നും ചെറിയ റേഡിയസിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുന്നു. വലിയ πr1 സ്ക്വയർ മൈനസ് πr2 സ്ക്വയർ ചെയ്യുന്നു. ആൻസർ നമുക്ക് എത്ര കിട്ടും? 105 ഇൻറ്റു 22 കിട്ടും. ഒരു 22 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ 20 + 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ആദ്യം 20 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, പിന്നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. 20 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ സെയിം ഇക്വേഷൻ തന്നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് 0 ഇട്ട് കൊടുക്കുന്നു. അതേ കാര്യം തന്നെ ഒന്നും കൂടി എഴുതുന്നു, എന്നിട്ട് ആഡ് ചെയ്യുന്നു.
2100 പ്ലസ് 210 0 പ്ലസ് 0 0 1 പ്ലസ് 0 1 2 പ്ലസ് 1 3 പിന്നീട് 2 മാത്രം 2310 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ എന്ത് ആൻസർ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടെത്തി. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം പഠിക്കാൻ വേണ്ടി തന്നേക്കുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും. പ്രത്യേകിച്ച് വലിയ ചിന്തിക്കാനോ എടുക്കാനോ ഒന്നുമില്ല. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസാണ് എക്സാമിന് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കുക. വേഗത്തിൽ നമുക്കൊരു മാർക്ക് കിട്ടുന്നൊരു ടോപ്പിക്കാണ്. മെയിൻ എക്സാം 2-3 ക്വസ്റ്റ്യനൊക്കെ ഇതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ 1-2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ശരി.